അപ്പം നമുക്ക് പാവയ്ക്ക പൊട്ടിച്ചാലോ? കറണ്ട് കമ്പിയാണ്, ഇരുമ്പോണ്ടാണ് പൊട്ടിക്കണേ. ഡേഞ്ചറാണ്, എന്നാലും എർത്ത് കമ്പിയല്ലേ, കുഴപ്പമില്ലായിരിക്കും. അങ്ങനെ പൊട്ടിച്ചെടുത്തു. അപ്പം നമുക്ക് 5-6 കിട്ടി പൊട്ടിച്ച് വേണ്ട. അപ്പോൾ നമുക്കിത് ഉപ്പേരിയായിട്ടുണ്ടാക്കാം. ഓക്കെ, നമ്മുടെ പാവയ്ക്ക കഴുകി അരിഞ്ഞ് വച്ചിട്ടുണ്ട്. ഇത് 2 സവോളയാണ്. എന്നുവെച്ചാൽ നാട്ടിലെ കയ്പ്പയ്ക്ക് ഭയങ്കര കനപ്പായിരിക്കുമല്ലോ, അപ്പോൾ കനപ്പ് പോകാൻ വേണ്ടി 2 സവോള എടുത്തിട്ടുണ്ട്. പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കയ്പ്പയ്ക്ക, പച്ചമുളക്, സവോള, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കഴിഞ്ഞു കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിക്കിടന്ന് വാടണം, വെള്ളം ഒഴിക്കരുത്. അപ്പം മഞ്ഞൾപ്പൊടി 2 തരിയും കൂടി ഇടാം. കാര്യം വിഷാംശമൊന്നുമില്ല, അത് വീട്ടിൽ നിന്ന് പൊട്ടിച്ചതാണ്. എന്നാലും നല്ലൊരു കളർഫുള്ളാകാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ട് പച്ചമുളക്, സവോള, കറിവേപ്പില എല്ലാം വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് വാടട്ടെ. എന്നിട്ട് നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഞാനപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടാം ഇതാ. എന്നിട്ട് നല്ലോണം ബോയിൽ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഉപ്പേരി ശരിയായി വരികയാണത്. ഇത്രയ്ക്ക് ഒരു മുളക് പൊടി ഇടണം. മുളക് പൊടി നമ്മൾ ഇട്ടുണ്ടായില്ലല്ലോ. അപ്പോൾ എന്നിട്ട് കിടന്ന് വലിയനോട് കൂടി നമ്മൾ തേങ്ങ ഇട്ടുണ്ട്. തേങ്ങ ഇട്ട് കണ്ട. ഇനി ഒരു കനപ്പും ഇല്ല, നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ.